നമ്മളിവിടെ ഇക്വാലിറ്റി ഒന്നും പാലിക്കില്ല. ഈ 1000 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കുക. ഗുഡ് മോർണിംഗ് എവ്രിവൺ. രാവിലെ നേരത്തെ നമ്മൾ എണീറ്റു. ഏകദേശം 2:30 കഴിഞ്ഞിട്ടൊക്കെ കിടന്നേ. ബട്ട് 8 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പം പഴയ ടയറൊക്കെ തക്കു ഡിക്കിക്കകത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോങ് ഹാൻഡ്സ്, സ്ട്രോങ് ഹാൻഡ്സ്. ഐ തക്കുടു. നമ്മളിവിടെ ഇക്വാലിറ്റി ഒന്നും പാലിക്കില്ല. ഈ കാര്യങ്ങളിൽ തക്കു തന്നെ എടുത്തു വയ്ക്കുന്നത് അതിൻ്റെ ഒരു ശരിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് അല്ലേ? ഇനി ചീത്ത വിളിക്കല്ലേ? എൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കര ചൂടായി തുടങ്ങി. അല്ല, 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രിയാണ്. എനിക്ക് തണുക്കുന്നുണ്ട്. ഒരു ജാക്കറ്റ് എടുക്കാതെ വന്ന് എൻ്റെ അഹങ്കാരം. അയ്യോ, ഇതിൻ്റെ പൗച്ച് ഞാൻ പുറത്തെടുത്ത് വെച്ചാണ്. തക്കു വരുമ്പോൾ തക്കുവിനോട് പറയാം. അപ്പോൾ എനിക്ക് ചീത്ത കിട്ടും. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. തക്കു വേറൊരു കാറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാർ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ആ കാറിൽ നമ്മൾ തിരിച്ചു വരും. എന്നെ നേരത്തെ എണീപ്പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ബട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ ആർക്കും സഹിക്കില്ല. അതാണ് എൻ്റെ ശരി. അയ്യോ, നല്ലോണം തണുപ്പുണ്ട് കേട്ടോ. ഞാൻ എന്ത് കണ്ടിട്ടാണ് ജാക്കറ്റൊക്കെ എടുക്കാതെ ഇങ്ങനെ ഇറങ്ങുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ നല്ല വെയിൽ കാണുന്നു. നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആക്ച്വലി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നടക്കുന്നില്ലല്ലോ. മീറ്റർ പോലും ഇല്ല എന്നാ തോന്നുന്നു. ഒരു റണ്ണിങ് റേസ് വെച്ചപ്പോൾ ഓടിയെത്തും. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും നോക്കിയോ? ഇല്ല. അങ്ങനെ നമ്മൾ കാറ് ഡ്രോപ്പ് ഓഫ് ചെയ്തു ഗൈസ്. ഇനി നമ്മൾ ഈ കാറിലോട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. കഴിക്കാൻ ലേറ്റാവും അല്ലേ? ഒരു റാപ്പ് കഴിക്കണോ? ഓക്കെ, എന്തെങ്കിലും ഒരു റാപ്പ് കഴിക്കാം. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം തമാശ പറഞ്ഞല്ലോ കേട്ടോ. ഞാനൊക്കെ നാട്ടിലുള്ളപ്പോൾ വിചാരിച്ചു സായിപ്പൊക്കെ കണ്ണാടി വയ്ക്കുന്നത് ഫാഷനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട് കണ്ണ് കാണുന്നില്ല. സമ്മറാണെങ്കിൽ ടൂ ബ്രൈറ്റ്. അപ്പോൾ ഇങ്ങനെ പുതിയ ഇലകളൊക്കെ ഇങ്ങനെ സ്പ്രിങ്ങിൽ പുതിയ ഇലകളൊക്കെ വരില്ലേ, അപ്പോഴത്തേക്കിങ്ങനെ ഭയങ്കര ഫ്രഷ് ലുക്കാണ്. ഭയങ്കര ബ്രൈറ്റ് വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും. അത് നമ്മളിങ്ങനെ വിൻ്ററിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഇങ്ങനെ മാറുമ്പോഴത്തേക്കും അത് ഭയങ്കര ടൂ മച്ചാവും. പിന്നെ മഞ്ഞ് മഞ്ഞ് പെയ്ത് തുടങ്ങുമ്പോഴുണ്ടല്ലോ, എല്ലായിടത്തും വെള്ളം ഇങ്ങനെ പായ വിരിച്ച പോലെ കിടക്കുമല്ലേ. അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വെയിലടിച്ചാണ്ടല്ലോ, ഇങ്ങനെ ഉപ്പുപാടത്ത് ജോലി ചെയ്യുന്നവർക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെ ദാറ്റ് ഈസ് ടു മച്ച് ബ്രൈറ്റ്. അതും ബുദ്ധിമുട്ട്. 2 farmer's wrap, 1 with sausage, 1 with bacon. I'll take a small coffee with 2 cream on sugar. That's everything. I'll be on visa, please.
താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ. നിനക്കൊരു കാപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിനകത്ത് എഗ്സും ഹാഷ് ബ്രൗണും കാണും. പിന്നെ ചോയ്സ് ഓഫ് മീറ്റ്, ഏതെങ്കിലും ഒരു മീറ്റ്. സോസേജ് പറയും, ചിലർ ബേക്കൺ പറയും. ഞാൻ ബേക്കൺ പറഞ്ഞു, തക്കുവിന് സോസേജ്. അത് നമ്മൾ പണ്ടൊരു ഫൈറ്റർ ഞാൻ കിറ്റ്കാറ്റൊക്കെ എപ്പോ തീരും? അവള് തീർത്തിട്ടായിരിക്കും എനിക്കൊരു പീസ് കൊണ്ടുവരുന്നത്. ഗുലാബ് ജാമുൻ ലഡു കാര്യം മേടിച്ചോണ്ട് വന്നത്, ഐസ്ക്രീം ആര് മേടിച്ചോണ്ട് വന്നത്? ഒരു വട്ടം ഇങ്ങനെ നോക്കും. നമ്മൾ ഇത്തവണ ആൽമണ്ട് ട്രൈ ചെയ്തു, അടുത്ത തവണ വാനില നമുക്ക് ട്രൈ ചെയ്യണം. എടാ നിങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? എന്തിന് മഞ്ഞ് കാണാനാ? ഇവിടെ സമ്മർ ആവട്ടെ, അപ്പോഴല്ലേ അവിടെ സ്പ്രിംഗ് ആവുള്ളൂ. സത്യം, ഒരു ഇല പോലും മുളച്ചിട്ടില്ല അവിടെ. പൂച്ചയൊക്കെ ഉണ്ടല്ലോ, നല്ല പൂച്ച അല്ലെന്നുണ്ടെങ്കിലേ നിങ്ങൾ വെറുത്തു പോകും. ഇതിന് വലിയ മെയിന്റനൻസ് ഇല്ല അല്ലേ? അതാകുമ്പോ ആ ഒരു കാണുന്ന ബൗണ്ടറിക്ക് ഇട്ട് വെളിയിൽ വെറുതെ ഭയങ്കര വൃത്തിയാക്കാൻ പോകരുത്. ഇച്ചിരി അടുക്കുണ്ടെങ്കിലും കടന്നോട്ടെ. അങ്ങനല്ല, അതില് ഇപ്പൊ ഞാൻ ഫിൽറ്റർ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം എന്താന്ന് വെച്ചാൽ ഫിൽറ്റർ ഒരു മന്ത്ലി ക്ലീൻ ആക്കുക. അത് മാറ്റുമ്പം പിന്നെ വെള്ളം ഒരു പകുതി എടുത്തിട്ട് വെള്ളവും പകുതി മാറ്റുക. വെക്കണ കാര്യമല്ല, വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നോക്കിക്കണം. ഞാൻ തിരക്കാണ് തക്കു, നിനക്ക് എന്റെ ഉത്തരവാദിത്തം മനസ്സിലാവൂല, മറ്റതാണ് മറിച്ചതാണ്. ഞാൻ മറ്റേ ഫോൺ നോക്കിയിരിക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ കളിക്കുവാണ്, പക്ഷെ ഞാൻ അവിടെ പണിയെടുക്കുന്ന ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് അടിക്കരുത്. സ്വന്തമായിട്ട് ചെയ്യുമെങ്കിൽ എടുത്തോ, ഞാൻ പണി പിടിക്കൂല. ഉള്ള പണി കൊണ്ട് എനിക്ക് തങ്ങാൻ വയ്യ. നമ്മള് പഠിക്കുന്ന സമയത്ത് സ്ട്രൈക്ക് അടക്കമല്ല, മറ്റേ ഫുൾ ടൈംകാർക്ക് മാത്രം എന്തോ ഇത് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ശമ്പളവും കുറവ്, ബെനിഫിറ്റ്സും ഇല്ല. അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫുൾ ടൈം പൊസിഷൻ കൊടുക്കുന്നില്ല. അതായിരുന്നു മെയിൻ പ്രശ്നം. കോളേജിൽ നടത്തിപ്പിന് നമ്മളിപ്പോ വിചാരിക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് ടാലി ചെയ്ത്, ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇല്ലെങ്കിലും ഇവര് ടാലി ആയിട്ട് പോകുന്നു നമ്മളിപ്പോ വിചാരിക്കും. പക്ഷെ ആവില്ല. കാരണം ഈ നാടിന്റെ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് പിന്നെ ഇവിടുത്തെ ഓരോ കോഴ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ഹെവി എക്യുപ്മെന്റ്, അങ്ങനത്തെ ഫിഷറീസ്, എല്ലാത്തിനും ഫീൽഡ് ട്രിപ്പ്, ഇതിനെല്ലാത്തിനും അവർ ഭയങ്കര പൈസേന്റെ സാധനങ്ങളാണ്. പൈസ ചെലവുള്ള സ്കീമുകളാണ് ഇവിടെ ഉള്ള മിക്ക നമ്മുടെ കോഴ്സുകളും. അപ്പം ഇവരാ എക്സ്ട്രാ ഒരു പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വഴിയാണ്? ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വഴിയാണ് ഇവര് അത് മേക്കപ്പ് ചെയ്യാനുള്ള പൈസ സെറ്റ് ചെയ്തുകൊണ്ട് 4 ഇരട്ടിയോളം മേടിക്കുന്ന. അങ്ങനെയാണ് അവരത് ആ കോസ്റ്റ് അവർ കവർ ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലാതെ കനേഡിയൻ എക്കണോമിയുടെ എത്ര ശതമാനം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീസ് മാത്രം. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നില്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമി തകരുകയും. ഇവിടെ ട്രൂഡോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ അയാള് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീ ആയി വിട്ടു. ലിമിറ്റ് ഇല്ല.
കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാരെ, മറ്റേ ഇസ്രയേൽ യുദ്ധം നടന്ന സമയത്ത് അവിടെ നിന്ന് കുറേ പേരെ, മറ്റേ റഷ്യ ഉക്രൈൻ നടന്നപ്പോൾ അവിടെ നിന്ന് വാറിൽ കൊണ്ടുവന്നു. ആഫ്രിക്കയിൽ ഇപ്പോഴും റെഫ്യൂജീസിനെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. റെഗുലേറ്റഡ് അല്ലാതെ ഇമിഗ്രേഷൻ നടന്നു. അപ്പോൾ ഇവിടുത്തെ എക്കണോമി മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആയി. എന്ന് വെച്ചാൽ എല്ലാവരും വരുന്നു, നമ്മളെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ. നമ്മള് ഇവിടെ വന്ന അതല്ലേ വേറെ എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കണം. അവിടെയാണ് അവർക്ക് പാളി. അതുമല്ലാതെ ഇവർക്കൊരു ഇമിഗ്രേഷൻ, നമ്മളെ സ്റ്റുഡന്റ് ഇമിഗ്രേഷനിൽ ഇവർക്കൊരു ഇതില്ലായിരുന്നു, ഒരു ക്യാപ്പില്ല, എടുത്തോണ്ടിരിക്കുക. ക്യാപ്പ് മാത്രമല്ല, നമ്മളൊരു സ്റ്റുഡൻ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട് ടൈം എങ്കിലും ജോലി ഉണ്ടാക്കി നമ്മളിവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വരുമാനങ്ങളും ഉണ്ടാക്കും. പക്ഷെ അല്ല അതല്ലടാ, പക്ഷെ ഇവിടെ റെഫ്യൂജീസ് ആയിട്ട് വരുന്നവർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ പോലും ഉണ്ടാവില്ല. പഠിച്ചോ വിദ്യാഭ്യാസം ഇല്ല, ഇംഗ്ലീഷ് പോലും പറയാൻ അറിയാത്തവർ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? അവിടെയാണ് ഇവർക്ക് പാളിച്ച പറ്റിയത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസും റെഫ്യൂജിയും തമ്മിലുള്ള ഇമിഗ്രേഷനിൽ അവിടെ അവർക്ക് ബുദ്ധിമുട്ട് വന്നു. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോലും ഇവിടെ വന്നിട്ട് ജോലി ഇല്ല, താമസ സ്ഥലം ഇല്ല. ഇടയ്ക്ക് ബ്രാംപ്ടണിലൊക്കെ കുറെ പേര് മറ്റേ റോട്ടിൽ കിടന്നിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഓ അതൊക്കെ വിഷയം കേട്ടോ. മറ്റേ പാലത്തിനടിയിലൊക്കെ പിള്ളേർ വന്നിട്ട് കിടന്ന സംഭവമുണ്ട്. ഓ അതൊക്കെ ആലോചിക്കുമ്പോ. എന്നിട്ട് ഇവർ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. ഇന്റർനാഷണൽ സ്റ്റുഡൻസെ വേണ്ട, കോളേജിൽ പ്രോഗ്രാമുകൾ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്തി. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത കുറേ വർഷങ്ങൾ ഇതൊക്കെ നമ്മളെ ഇമ്പാക്ട് ചെയ്യും. ഒന്ന് ഞാൻ വന്ന ഇൻടേക്കിൽ 2022 മുതൽ 2024 വരെ കോഴ്സ് നിർത്തുമ്പോഴത്തേക്ക്, കോഴ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് നിർത്തിയത്. കോളേജുകാർ അത്രയും പൈസ മേടിച്ചിട്ട് അവര് വെറുതെ അക്കൗണ്ടിലേക്കല്ലോ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ആ പൈസ എല്ലാം ഇവര് പിള്ളേർക്ക് തിരിച്ചു കൊടുക്കണം. അവരാണ് പടലും മുന്നില്. കണ്ടോ, ടയറൊക്കെ മാറി, പൊളിപ്പൻ ടയറായി. സൂപ്പർ. എൻ്റെ ദൈവം, ആവശ്യമില്ലാത്ത പരിപാടി കേട്ടോ ചെയ്ത്. ഈ തണുപ്പത്ത് പുറത്തിറങ്ങി നടന്നു, ഈ വെയിൽ കണ്ടിട്ട്. നല്ല തണുപ്പ്, കണ്ണൊക്കെ വേദനിക്കുന്നു. തണുപ്പായി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകും, മൂക്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകും, കണ്ണ് കാണുന്നില്ല. ഒന്നും വേണ്ട. ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റും തോന്നണില്ല. ബട്ട് ഐ വിൽ ട്രൈ. ഞാൻ ഉരുട്ടാ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇക്വാളിറ്റിന്റെ പേരിലൊന്നും ഞാൻ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഒരിക്കൽ പോലും ഞാൻ എനിക്ക് ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കാറിന്റെ മുകളിൽ മഞ്ഞ് ഇത്രയും പൊക്കത്തിൽ കിടന്നപ്പോഴേ ആ തോണ്ടിയെടുത്ത് എന്നെ 4 മണിക്കൂർ തോണ്ടിപ്പിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ 4 മണിക്കൂർ വാരി അന്ന് ഫസ്റ്റ് സ്നോയില്. ഇന്ന് പാർക്കിംഗ് ലോട്ടിലുള്ള അന്ന് 250 സെന്റിമീറ്റർ ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് ലോട്ടിലുള്ളതൊക്കെ അവരെ ഒന്ന് മാറ്റിയിട്ട് പോയി. കാറിന് മുകളിലുള്ള നമ്മൾ മാറ്റണ്ടേ? ഇത്രയും പൊക്കത്തിന് 4 മണിക്കൂർ എടുത്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ, അല്ലേ തക്കു? Wait. Oh. Fix the door. Lava. Takalo bak lava. അത് നിന്റെയാണ്, പോയി പറഞ്ഞു. Do you have garlic sauce on that? Yeah. Okay, yes, please. Hot, spicy, please.
I'll go for medium. What is spicy? I'll try that. Thank you. Lettuce, onion. All together. Huh? Can I have one duo also? That's it? Yeah. പറഞ്ഞിട്ടാ ഞാൻ വാങ്ങിച്ചേ. ഇനി ഞാൻ ഇതിലിടാത്ത സാധനമൊന്നുമില്ല, അറിയാമോ? മധുരല്ലേ? ചിക്കൻ ഓൺ വാട്ട്? ചിക്കൻ ഓൺ വാട്ട്? Chicken and rocks. സോ ഐ എം ഹാവിങ് ചിക്കൻ ഓൺ റോക്സ്. ഇതിൽ ചിക്കൻ ഉണ്ട്, കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്, ടോപ്പിങ്സ് ആയിട്ട് ലെറ്റ്യൂസ്, ടൊമാറ്റോ, ഒനിയൻസ്, പിന്നെ ടഹിനി സോസ്, യോഗർട്ട് ആൻഡ് ക്യൂക്കംബർ സംതിങ് ആൻഡ് ഗാർലിക് സോസ്, സ്പൈസ് ലെവൽ ഓൺ മീഡിയം, എക്സെട്ര, സം ചീസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഹെവി. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോഴും ഫിനിഷ് ചെയ്തില്ല. സോ നമുക്ക് പറ്റുന്നതൊക്കെ കഴിക്കാം. എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ പിന്നീട് ബാക്കി കഴിക്കും. ഓക്കെ? ഞാനിതുവരെ ബക്ലാവ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ബക്ലാവ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം കഴിച്ചിട്ട് സ്വീറ്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കത്തില്ല. കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ എന്താ ഹോട്ടാണോ? ഹോട്ട് പറഞ്ഞ വലിയ മേളിലൊരു ലൈന് എരിവും കൊണ്ട് ചോദിച്ചു. എന്ത് എരിവും കൂടെ ചോദിച്ചു? ഒരു ലൈൻ വാ, എക്സ്ട്രാ ഹോട്ട്. എന്തെടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ. ദൈവമേ. അതിനെങ്ങനെ പച്ചക്കറിയുടെ ടേസ്റ്റാ? തൈരാടാ അത്. എന്നെ കൊണ്ട് ഇത്രയേ കഴിച്ചു തീർക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത്രയും കുറച്ച് റൈസും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ എം ഗോയിങ് ടു ട്രൈ ദ ബക്ലാവ. കുഴപ്പമില്ല, ഒരു മധുരമുള്ള സാധനം. ഒരു ഗോതമ്പ് മാവിൽ അത് ഉണ്ടാക്കിയിരിക്കും തോന്നുന്നു. അതിൽ കുറച്ച് വാൾനട്ടും ഷുഗർ സിറപ്പും ഒക്കെ ഫില്ല് ചെയ്ത ഒരു സാധനം. അതാണ്. അത്രയൊന്നും തോന്നിയില്ല. ബട്ട് ഇത് ഈ ലേയേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് കിട്ടിയോ? How much is this? 43 ഇത് നന്നായിട്ടുണ്ടോ?
ഒക്കെ ആയിട്ടുണ്ട്. ചപ്പ് ചവറ്. തൊഴിലുറപ്പുകാരെ പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ ആരാ? തൊഴിലുറപ്പുകാർ. സിമ്പിളല്ല സൈസ് ഒക്കെ. കുഴപ്പമില്ല. കുഴപ്പമില്ല, ഒന്നും ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ നാട്ടില് മറ്റേ ഇങ്ങനത്തെ റോഡുകളില്ലേ, ഇങ്ങനെ ബാംഗ്ലൂർ സ്ട്രീറ്റ്, ഇങ്ങനത്തെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒക്കെ, അവിടെ പോയാൽ ബെസ്റ്റ് സാധനങ്ങൾ കിട്ടും. എനിക്ക് പാറ്റേൺ ഇഷ്ടം. എവിടെ ട്രൈ ചെയ്യണം? ട്രൈ ചെയ്യാം. ബട്ട് $50. പൈസ ഉണ്ടല്ലോ എടി. കറക്റ്റ് സൈസാണ്. നല്ല കിട്ടും. വീണ്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. സമയം കൊല്ലാം. ഇതൊക്കെ പറയണ്ടേ? നീ മറ്റേ ഗ്രൂപ്പ് ചെയ്യോ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കണ്ടെങ്കിൽ പറ. ഒന്നും ഇഷ്ടമില്ല ഇവരെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഡിഫറെൻറ്റ് പാറ്റേൺ, പക്ഷെ വലുതാണ്. മഞ്ഞുടുപ്പ് ഡിഫറെൻറ്റ് പാറ്റേൺ. സെയിം പ്രൈസ് ആണ്. ഇതിന് വലിയ സൈസ് ഉണ്ടോ? ഇത് എക്സസ് ആണ്. എനിക്ക് പറ്റില്ല, മീഡിയം വേണം അല്ലേ? അവിടെ സ്റ്റാഫാണ്. No, sorry. It's okay. അവരുടെ കഴുത്തിലൊരു ID കാർഡ് കാണും. ആ ഉരുട്ടി പോണ പുള്ളിക്കാരിയാണ്. ഇനി ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടാകും നോക്കി. തുണി സെക്ഷനിൽ ആളില്ല. ഇവൾക്ക് പറ്റിയ ക്യാമറമാൻ നീയാണ്. നീ കുറച്ചോളം ലീവ് എടുത്തു വന്നാൽ എന്നിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്താ? എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ പിടിച്ചോണ്ട് പറയാൻ പോക്കാൻ. നിനക്ക് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ ഇവനെ നീ ക്യാമറമാൻ. ഒരുപാട് സാധനങ്ങളുണ്ട് തക്കൂടെ. ബാഗ് കിട്ടിയാ? പക്ഷെ ബാഗ് ഒന്നും നല്ല രസമില്ലടാ. എടാ ഇപ്പം ഇതെടുക്കുവാണെങ്കിൽ എനിക്ക് ആ മറ്റേ ബാഗ് തന്നെ എടുക്കാമല്ലോ.
എനിക്കൊരു കുഞ്ഞു ബാഗ് ഇത് സൈഡിൽ ഈ സാധനമൊക്കെ വെച്ചിട്ട് പോകാൻ. ഒരു കുഞ്ഞു ബാഗ്, സ്ലിംഗ് ബാഗ്, നീളത്തിലൊരു ബാഗ്. അങ്ങനെ ഏതെങ്കിലും കണ്ടത് എടുക്കുകയല്ല, നല്ലത് വേണ്ടേ. Hi there. Hi, how are you doing? I'm good. How are you? I'm good. പൊട്ടിപ്പോയല്ലോ. അത് എൻ്റെ പക്ഷേ ലസ്സി അല്ലേ എൻ്റെ ഒപ്പം കാണുമല്ലോ. ഇല്ല, നിന്റെ സൈസല്ല എൻ്റെ. ആമസോണിൽ കാണിച്ചത് വരാറോ. ഓക്കെ. ഞാൻ ആമസോണിലൊക്കെ നോക്കി വെച്ചു. ഈ തക്ക ഇങ്ങനെയൊന്നും കാണിക്കില്ലേ. ഇതൊക്കെ ലേഡീസ് സെക്ഷനാണ്. എനിക്കൊരു ഷൂ ആക്ച്വലി വേണം തക്കടൂ. എൻ്റെ ഒരു ഷൂ ഇല്ല ആക്ച്വലി. ഫിലയുടെ ഒരു ഷൂ, പിങ്ക് ഷൂ, ഇത്രേ ഉള്ളൂ. ഒരു ബൂട്ട് എനിക്ക് ഷൂ ഇല്ല, എനിക്ക് ഷൂ വേണം. വാങ്ങിച്ചാലോ ഏതെങ്കിലും. 109. വല്ല പുറത്ത് പോകുമ്പോൾ ഇടും, അല്ലാതെ അതല്ലേ. 20 $30 വ്യത്യാസം. വേണ്ടടാ, $100 ചെരുപ്പ് വാങ്ങിക്കാൻ. 6000 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. എന്തായാലേ ഇത് 67. എന്നാ തക്കടു എന്നാ ഇത് എടുക്കാം. ഇതാണെങ്കിലോ അതാണ് $70. എന്നാ അവിടെ കിടക്കുന്നതാണെങ്കിലോ നല്ല പാറ്റാണ്. ചവിട്ടി അങ്ങനെ ഒന്നും പൊട്ടുമോ? സ്റ്റിച്ചുണ്ട്, സ്റ്റിച്ച് ആണ്. വേണ്ട, എന്നെ ഡൗട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ എന്നെ കൊണ്ട് വെറുതെ പൈസ ചിലവാക്കിക്കുകയാണ് തക്കുടു. അത് കുഴപ്പമില്ല, ഞാൻ ഹൈജീൻ പ്രോട്ടോകോൾ പാലിക്കണം. ഞാൻ കണ്ടത് ചെയ്തിട്ട് കൗതുകം തോന്നി അതേപോലെ ചെയ്യുവാണ്. ഞാൻ സോക്സ് ഇല്ലാത്തതുകൊണ്ട് അതിട്ടത്. അതെൻ്റെ പെർഫെക്റ്റ് സൈസാണ്. അവർ വരുന്നുണ്ട്, ഓഫ് ചെയ്താൽ. ഞങ്ങൾ ഡ്രസ്സ് എടുത്തു, പിന്നെ 2 ഷൂസ് എടുത്തു. ഒന്ന് മാറി. ഇതൊക്കെ ചേർത്താടാ ഞാൻ വാങ്ങിച്ചു കൊടുത്തേ. നീ വീഡിയോ എടുത്ത് നോക്കടാ. എനിക്കിത് കണ്ടു.
ക്യാപ്റ്റൻ മാർവൽ, അയൺ മാൻ, ക്യാപ്റ്റൻ മാർവൽ. I want to try your boba. Yeah, what kind of boba? Yeah, let me just look at it. Okay, I want to try it with the milk, so I'll go for mango. Sure. Mango milk tea. You like a mango flavor? Yes, please. I don't You have want mango. a tapioca or popping boba, or you can do mix? I'll do mix. I'll try. Because Yeah. you don't know what's that, right? Yeah. Okay. Thank you. 766. Sure, please. thanks. I'll pay cash. There you go. Thank you. You're welcome. Yeah, mango one is the popping one is juicy. Okay, Another yeah. one is a chewy one. Oh, okay. Tapioca is a chewy one? Okay, perfect. That is all very popular. Oh, You think of the which one you like. which one is the popular? Tapioca. Both is popular. Oh, Which all boba is popular. You know? oh, okay. Because everybody They do their different. Maybe Okay. I want to try that. I want to try that. right? Okay. Yeah. Hope you all like it. Maybe Yeah. you like both. Yeah. Yeah. Let me try it. Thank you so you. much. You Have a have a nice good day. day. You too. Okay, okay. E o pedido veio do brabo. Guess the girl name. Sorry. Yes. WAN. I keep the length. Okay, keep the length, and then like when we do the cut, are we gonna be touching up your layers at all? Okay, I'm just trying to think of where I'm gonna plate. ഞാൻ പറഞ്ഞതനുസരിച്ച് ക്രൗൺ പാർട്ട് വേണ്ട ഏകദേശം താഴോട്ട് മതി എന്നാണ്, പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇവർ ഇവിടെയൊക്കെ ചെയ്തു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അവസാനം ചെയ്തു വരുമ്പോൾ അത് കുളമായാലോ. Have you ever had this done before? No. No, I'm nervous. Oh, nice. Oh, you'll love it. ഞാൻ അപ്പൊ എടുത്ത് പറഞ്ഞ് ഞാൻ ബ്ലീച്ച് ചെയ്യൂലെന്ന് പറഞ്ഞു. അത് ചോദിക്കണം, അതിനല്ലേ വാ തന്നേക്കണത്. നിനക്കല്ലേ സാധാരണ എന്തും ചെയ്യണതിന് മുമ്പേ 10-100 ചോദ്യം. ഇന്നെന്തൊന്നും ചോദിച്ചില്ലേ? മൈക്ക് വെച്ചിട്ടുണ്ടോ? ഓവർ ആക്ടിങ് ആണല്ലോ. എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലായില്ലേ? ഒന്നും. തള്ള അത് ഷൂട്ട് നിന്റെ ക്യൂട്ട്നെസ് പണിയതാണോ? അത് കാണി. ഇവിടുത്തെ ഡ്രഗ് അമ്മച്ചിമാരെ പോലെയായി. ഞാൻ പറഞ്ഞു അത് വേണ്ട. എന്തിന് ലിപ്സ്റ്റിക്കാണ് ഇതിന് $50 അറിയാവോ? $12 ഇവിടെ കിടക്കും. എന്നിട്ട് ഇട്ടോട്ട് വന്നത് എവിടെയാ ഫോട്ടോ? എവിടെ നിന്റെ ഫോട്ടോ? തുണ്ടോ സ്കിന്നും തിരിച്ചറിയാൻ ഏതൊരു സിനിമത്തെ വില്ലത്തിനെ പോലെ ഉണ്ടല്ലോടാ. എന്റെ ജീവിതം എനിക്ക് അവളുടെ ഉള്ളിൽ അവളാണ് അവളുടെ ശത്രു. അതാണ് ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വരുന്നേ. എനിക്കറിയാം, ഞാൻ തക്കുനെ വിശ്വസിച്ചു. തക്കു ബിട്രേഡ്. മുടി കളർ ചെയ്യാൻ പോയത് നിങ്ങളവിടെ നിന്നാണോ മുടി കളർ ചെയ്തേ? നീ ഇപ്പൊ പോ.
ഞാൻ ഓർക്കുന്നുണ്ട് നീ മറ്റേ അവിടെ ഞാനില്ലാതെ വേറെ ഒരാൾക്ക് ഹെയർ കളർ ചെയ്യാൻ ഈ തള്ളാനെ നമ്പാൻ പറ്റില്ല. കക്കൂസി കയറണമെങ്കിലും എല്ലാം നോക്കിയിട്ട് കയറണം. മൈദാവിടെ വെച്ചിട്ടുണ്ടാവും ക്യാമറ. നമ്മുടെ വീട് ഇപ്പൊ അങ്ങനെയാണോ എല്ലാരും അഡ്ജസ്റ്റ് പേടിയാവണോ എനിക്ക്? ഇവിടെ കൊറേ ആയി വാങ്ങിച്ചിട്ട് മുളക് പൊട്ടിച്ചിട്ട് കൈ കൊണ്ട് നോക്കിത്തോളൂ. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. നീയാണ് മണ്ട ബുദ്ധി. അത് ഞാൻ പറയാൻ തരാൻ നിനക്കറിയാം. കുന്നുകുളം യൂണിവേഴ്സിറ്റി BA ഫിസിക്സ് ആണ്. എടാ അൺലോക്കിയാടാ. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങി. ഇങ്ങനെ ചെറിയ ചെറിയ ടൗണുകൾ കടന്നു പോയി കേട്ടോ. ഇങ്ങനെ ഇമ്പോസിബിൾ ആണ് ഇവിടെ താമസിക്കാൻ എന്ന് പറയുന്ന കാലാവസ്ഥയിലും എന്ന് പറയുന്ന ഭൂപ്രകൃതിയിലും ഒക്കെ ഇവിടുത്തെ കനേഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു അതിശയിക്കുന്ന ഒരു കാര്യം. ഞങ്ങൾക്കൊരു ഒന്നര മണിക്കൂർ അടുപ്പിച്ച് യാത്ര ഉണ്ട്. ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫൈൻഡ് ഇറ്റ്സ് വെരി റെസ്റ്റ്ലെസ് ഇൻ ദ പാസഞ്ചർ സീറ്റ്. മാറിയിരിക്കും, ഞാൻ ഡ്രൈവ് ചെയ്യാം എന്ന് പറയുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. പിന്നെ പാട്ടും ഒക്കെ പാടി അങ്ങനെ അങ്ങ് പോയി. തമിഴ് പാട്ടൊക്കെ പാടി തുടങ്ങിയോ? അങ്ങനെ ഞങ്ങൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി. ആദ്യം എത്തിയത് മെയിൽ ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇനി എനിക്ക് ജോലിയുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം, കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നോക്കണം. സോ എനിവേ ഐ ആം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.